അപകടത്തിൽ മരിച്ച കണ്ണൂർ മാട്ടൂൽ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന് വിട നൽകി നാട്. 15 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ കുടുംബം 2 മാസം മുമ്പ് താമസം ആരംഭിച്ച പുതിയ വീട്ടിലേക്കാണ് മുഹമ്മദിന്റെ മൃതദേഹം എത്തിച്ചത്. പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികവ് പുലർത്തിയ മുഹമ്മദ് നാട്ടുകാർക്കേറെ പ്രിയപ്പെട്ടവനായിരുന്നു. അടുത്ത അവധി ദിനം തിരിച്ചു വരാമെന്ന് പറഞ്ഞ് 2 ദിവസം മുൻപാണ് മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ വീട്ടിൽ നിന്നിറങ്ങിയത്. ഇത്തവണ പതിവ് തെറ്റിച്ച് അവധിയില്ലാത്തൊരു ദിനത്തിൽ മാട്ടൂൽ നോർത്തിലെ വീട്ടിലേക്ക് മുഹമ്മദ് വന്നു കയറുമ്പോൾ ഒരു നാടാകെ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആലപ്പുഴ കളർക്കോട് വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളിൽ ഒരാൾ മുഹമ്മദ് ആണെന്ന് അറിഞ്ഞതു മുതൽ വിശ്വസിക്കാൻ പാടുപെട്ട നാട് അവസാനമായി അവനെ കാണാൻ കാത്തിരുന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 2 വർഷം മുൻപാണ് മുഹമ്മദിന്റെ കുടുംബം നാട്ടിലേക്ക് വന്നത്. 10ാം തരം വരെ സൗദിയിൽ പഠിച്ച മുഹമ്മദ് മാടായി വാദിഹുദ കോളേജിലായിരുന്നു +2 പഠിച്ചത്. പഠനത്തിൽ എന്നും ഒന്നാമതായിരുന്ന മുഹമ്മദ് ചെസ്സിലും മറ്റ് കായിക ഇനങ്ങളിലുമെല്ലാം മികവ് കാട്ടിയിരുന്നു. മരണപ്പെട്ടു പോയ മുഹമ്മദ് ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലമായി ഈ പരിസരത്ത് ജീവിച്ചുവെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല വിനയമുള്ള ലാളിത്യമുള്ള ഒരു നല്ല വിദ്യാർത്ഥിയാണ്. പഠന മികവിൽ ഏറെ മുന്നിൽ നിന്നൊരു വിദ്യാർത്ഥിയാണ്. എല്ലാ ക്ലാസ്സിലും ഒന്നാമതാകുക എന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തും മെറിറ്റിൽ അഡ്മിഷൻ നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. 2 മാസം മുൻപാണ് ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായി മാട്ടൂലിലെ സ്വന്തം വീട് മുഹമ്മദിന്റെ പിതാവ് അബ്ദുൾ ജബ്ബാർ നിർമ്മിക്കുന്നത്. ഈ 2 മാസത്തിനിടയിൽ തന്നെ മുഹമ്മദ് ആ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു. പഠനത്തിൽ മികവ് തുടരുന്നതിനൊപ്പം നാടും നാട്ടുകാരുമായി വലിയ സൗഹൃദം കാത്തു സൂക്ഷിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടുകയും 3 ദിവസം അവിടെ ക്ലാസ്സിൽ പോവുകയും ചെയ്തു. ആലപ്പുഴയിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ശനി ഞായർ ദിവസങ്ങൾ ഉൾപ്പെടെ ഒരു ദിവസത്തേക്ക് അവധി കിട്ടിയാൽ പോലും നാട്ടിലേക്ക് വരാറുണ്ടായിരുന്നു മുഹമ്മദ്. വീടിനടുത്ത വേദാംബർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് മലയാളം, കണ്ണൂർ.